പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ 23 വർഷമാണ്, 10 വർഷമാണ് മക്കയിൽ പ്രബോധനം നടത്തിയത്. ആ 10 വർഷം അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും കഅബയിൽ പോയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞേക്കുന്നത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന് വിഷമമുണ്ടായിരുന്നു. ഗൾഫ് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. നമ്മുടെ കണ്ണിൽ നിന്ന് ഇറ്റി വീഴാറുള്ള കണ്ണുനീർത്തുള്ളികൾ നമ്മുടെ നാടിനോട് നമ്മൾക്കുള്ള സ്നേഹമാണത്. അതേപോലെ അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവേ, ഈ മക്കയെ എനിക്കിഷ്ടമാണ് റബ്ബേ, അതേപോലെ എനിക്ക് മദീനയോടും നീ സ്നേഹവും ഇഷ്ടവും തരണേ അല്ലാ. മക്കയെ ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ മദീനയെ ഇഷ്ടപ്പെടാൻ നീ എനിക്ക് ആ ഒരു സ്നേഹം എന്റെ മനസ്സിലേക്ക് തരണേ എന്ന് ദുആ ചെയ്തിട്ടാണ് മദീനയിൽ പോകുന്നത്. പിന്നെ എന്തുണ്ടായി? 13 വർഷക്കാലം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ദഅവത്ത് നടത്തുകയാണ്, മദീനയിൽ പ്രബോധനം നടത്തുകയാണ്, മദീനയിൽ ദഅവത്ത് നടത്തുകയാണ്, മദീനയിൽ പ്രബോധനം നടത്തുകയാണ്. അതുകൊണ്ട് അങ്ങനെ 13 വർഷം കാലം അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും മദീനയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ മദീനയിലെത്തി ഒരു 7 വർഷം കഴിഞ്ഞപ്പോഴല്ലേ അള്ളാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. എന്റെ വിഷയം ശ്രദ്ധിക്കണേ. ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം, ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്നേഹമാണ് അമലിനെക്കാളും പ്രാധാന്യം, സ്നേഹത്തിനാണ് അമലിനെക്കാളും പ്രസക്തി എന്നൊരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സമീപത്തേക്ക് ബക്കറ്റ് വരും. അപ്പൊ നമ്മുടെ തിരൂർ മേഖലയിൽ നമ്മുടെ SKSSFന്റെ പ്രവർത്തകർ ഒരുപാട് സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നുണ്ട്. റഫീഖ് അഹമ്മദും സാഹിബും അദ്ദേഹത്തിന്റെ കൂടെയുള്ള SKSSFന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരൊക്കെ എത്രയോ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സമീപത്തേക്ക് ബക്കറ്റ് വരും. ബക്കറ്റ് വരുമ്പോൾ വളരെ മാന്യമായൊരു തുക നിങ്ങൾ ഇട്ട് കൊടുക്കണം. അർശിന്റെ തണൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ആ ബക്കറ്റുകളിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്തൊരു സ്വതക്ക എവിടെയെന്ന് ചോദിച്ചാൽ അത് ബക്കറ്റിലാണ്. അതുകൊണ്ട് നല്ല തുക ഇട്ട് കൊടുക്കുക. അർശിന്റെ തണൽ കിട്ടുന്ന സ്വതക്കയാണത്, അല്ലേ? ബക്കറ്റിൽ നിങ്ങൾ കൊടുത്തത് നിങ്ങളുടെ ഇടത് കൈ അറിയോ? നിങ്ങൾ ഇവിടെ ഇല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് ഒരു 1000 രൂപ തരാന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കൈപൊക്കും. അപ്പൊ ഞാൻ കാണും, ഇവരൊക്കെ കാണും. നേരെ മറിച്ച് ആ ഒരു 1000 രൂപ ഞാൻ ചോദിക്കുമ്പോൾ കൈപൊക്കുന്നതിന് പകരം നിങ്ങളുടെ സമീപത്തേക്ക് വരുന്ന ബക്കറ്റിലേക്ക് നിങ്ങളൊന്ന് ചുരുട്ടിയിട്ടാൽ നിങ്ങളുടെ ഇടത് കൈ പോലും അറിയില്ല. അത് അർശിന്റെ തണൽ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. നമ്മുടെ സദസ്സുകൾക്കിടയിൽ ഇടയ്ക്കിടെ വരുന്ന ബക്കറ്റുകൾ, ആ ബക്കറ്റുകളെ നാളെ അർശിന്റെ തണൽ കിട്ടാനുള്ള ഒരു കാരണമായി നിങ്ങൾ കണ്ടെത്തുകയും വളരെ മാന്യമായ സ്വതക്കകൾ ഇതിലിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ചെറിയ 10 രൂപ 20 രൂപ 50 100 അതൊന്നും ഇട്ടിട്ടും കാര്യമില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല. നമ്മൾക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല. നമ്മൾക്ക് എപ്പോഴാണെങ്കിലും അള്ളാഹു പ്രതിഫലം നൽകുന്നത് ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ്. ആർക്കും വേണ്ടാത്തത് കൊടുക്കുമ്പോൾ കൂലിയുണ്ട്, പക്ഷെ യഥാർത്ഥ കൂലി ഇല്ല. കൂലിയുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. അതാണ് അതിൻ്റെ അവസ്ഥ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ് അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം തരുന്നത്. ഇപ്പൊ കൂലിയുണ്ട്, കുറച്ച് കൊടുത്താലുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ ഉണ്ടോ? ഉണ്ട്. ഇല്ല. അത് ആ ഒരു അവസ്ഥയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി നല്ലൊരു സംഖ്യ തന്നെ നമ്മൾ ആ ബക്കറ്റിലിടുക. നമ്മൾക്ക് അള്ളാഹു അർശിന്റെ തണൽ നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 7 വർഷം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ 10,000 സ്വഹാബാക്കളും മക്കയിലെത്തി. ഇവിടെ ഇല്ലേ? നിങ്ങൾ ഇവിടെ ഇല്ലേ? നബിത്തങ്ങളും സ്വഹാബാക്കളും മക്കയിലെത്തി. മക്കയിൽ നിന്ന് മദീന പോയി, മദീനയിൽ നിന്ന് വീണ്ടും മക്കയിലെത്തി. മക്കയിലാണ് കഅബയുള്ളത്. തവാഫ് ചെയ്യാം, ഉംറ ചെയ്യാം, ഹജ്ജ് ചെയ്യാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജ് ഒരാൾ ചെയ്താൽ അല്ലാഹു അവർക്ക് നൽകാൻ പോകുന്നത് പരിപൂർണമായ പ്രതിഫലമാണ്, സ്വർഗ്ഗമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗ്ഗമാണ്. സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. അല്ലാഹു നമ്മൾക്ക് സ്വർഗ്ഗം നൽകട്ടെ. ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നബി തങ്ങൾ 7 വർഷം കഴിഞ്ഞ്
മക്കയിൽ തന്നെ നിൽക്കണമായിരുന്നു, അല്ലെ? തിരിച്ചു വന്ന് മക്ക കീഴടക്കി. പിന്നെ എന്തിനാണ് നബിത്തങ്ങൾ മദീനയിൽ പോയത്? നബിത്തങ്ങൾ മദീനയിൽ പോയി. അതേപോലെ തന്നെ സ്വഹാബാക്കളും മദീനയിൽ പോയി. നബിത്തങ്ങളും പോയി, സ്വഹാബാക്കളും പോയി. അമലിനാണ് പ്രാധാന്യമെങ്കിൽ സ്വഹാബാക്കൾ എന്ത് ചെയ്യുമായിരുന്നു? നബിത്തങ്ങളുടെ കൂടെ മക്കയിൽ പോവില്ല. അവരെന്ത് ചെയ്യും? മക്കക്കാരായ സ്വഹാബാക്കളൊക്കെ മക്കയിൽ നിന്നിട്ട് ഒരു റക്അത്തിന് 10 ലക്ഷം പ്രതിഫലമുള്ള മക്കയിൽ നിസ്കരിക്കും. കഅബയിൽ തവാഫ് ചെയ്യും, ഉംറ ചെയ്യും, അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യും, ഹജറുൽ അസ്വദ് ചുംബിക്കും. ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായി അമലല്ല പ്രധാനം സ്നേഹമാണ്. അതുകൊണ്ട് നബിത്തങ്ങളുടെ കൂടെ അവർ മദീനയിലേക്ക് പോയി. ഇനി ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ ഉള്ളത് കൊണ്ട് അവർ മദീനയിലേക്ക് പോയി എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. എന്നാൽ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം എന്തേ ആ മദീനക്കാരായ സ്വഹാബാക്കൾ മക്കയിൽ വന്ന് താമസിക്കാത്തത്? എന്നാൽ നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മക്കയിലേക്ക് വരാലോ, മക്കയിൽ വന്ന് താമസിക്കാമല്ലോ. പക്ഷെ അവർ താമസിച്ചില്ല. എന്തേ? അവർക്കറിയാം അല്ലാഹുവിന്റെ ഹബീബ്, ആ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടേ നാളെ മഹ്ശർ ആ ലോകത്ത് രക്ഷപ്പെടുള്ളൂ എന്ന്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മണ്ണിൽ തന്നെ കിടന്ന് മരിക്കാൻ അവർ കൊതിക്കുകയാണ്. ആ മണ്ണിൽ തന്നെ കിടക്കണം, ആ മണ്ണിൽ തന്നെ മരിക്കണം, ആ മണ്ണിൽ തന്നെ അമൽ ചെയ്യണം. അതിനേക്കാളും എത്രയോ പ്രത്യേകതകൾ ഈ മക്കയ്ക്കുണ്ടെങ്കിലും അമലിനേക്കാളും പ്രധാനം സ്നേഹമാണെന്ന് മനസ്സിലാക്കി എല്ലാ സ്വഹാബാക്കളും മദീനയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. മദീനയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. മദീനയിൽ തന്നെ മരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. യാത്ര പോലും മഹാന്മാരായ സ്വഹാബാക്കളിൽ പലരും യാത്ര പോലും ഉപേക്ഷിച്ചു എന്നാണ്. എന്തേ? മദീനയുടെ പുറത്ത് വെച്ച് മരിക്കുമോ എന്ന് പേടിച്ച് യാത്ര പോലും ഒഴിവാക്കി എന്നാണ്. ഒരു അറാബിയുടെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയേ, മത്തസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി, വമാ അഅദത്ത ലിസ്സാ, നീ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്നാണ്. ഖിയാമത്ത് നാൾ ഇന്ന് നടന്നേക്കാം, നാളെ നടന്നേക്കാം, അത് എപ്പോ വേണമെങ്കിലും നടന്നോട്ടെ, അതൊന്നും ഇവിടെ വിഷയമേ അല്ല. ഇപ്പൊ നാളെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണെങ്കിലും നിന്റെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടിയെ നീ നട്ടു വളർത്തണമെന്നുള്ള പ്രതീക്ഷയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് നൽകിയത്. ഖിയാമത്ത് നാൾ നാളെയാണെന്ന് അറിഞ്ഞു. ഞാൻ പറയാൻ കാരണം, ചില ആളുകൾ ഖിയാമത്ത് നാൾ വരല്ലേ, എന്തിനാ വീട്, എന്തിനാ ജോലി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഖിയാമത്ത് നാൾ നാളെയാണെന്ന് അറിഞ്ഞാലും നിനക്കും നിന്റെ കുട്ടികൾക്കും വേണ്ടി നീ വീടെടുക്കണം. അത് നാളെ ആയിക്കോട്ടെ, എന്നാലും നീ എടുക്കണം എന്നുള്ള പ്രതീക്ഷയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത്. അപ്പൊ ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന ചർച്ച നമ്മൾക്ക് ആവശ്യമില്ല, അത് ഏത് സമയത്തും വന്നോട്ടെ. പക്ഷേ നമ്മുടെ ചർച്ച ഇന്ന് ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, അല്ലെങ്കിൽ നാളെ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ എന്താണ് നാളത്തെ ഖിയാമത്ത് നാൾ കഴിഞ്ഞ് മഹ്ശർ ലോകത്തേക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുക്കി വെച്ചത്? എൻ്റെ ഒരു ഞാനൊക്കെ ഏറെ സ്നേഹിക്കുന്ന, എന്നെ അതിനേക്കാളേറെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു കുടുംബത്തിലെ എൻ്റെ മൂത്താപ്പയുടെ മകൻ ഒരു 3 ദിവസം മുമ്പ് വളരെ അപ്രതീക്ഷിതമായി മരിച്ചു പോവുകയുണ്ടായി. അതോടുകൂടി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെടാണ്. ഒരു രോഗവുമില്ല, പ്രത്യേകമായൊരു രോഗമില്ല. എൻ്റെ മകൻ പറയാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനും എൻ്റെ തന്നെ ഒരു വാല് കേട്ടു. വാല് കേട്ടിട്ട് മകനോട് പറഞ്ഞു, എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നു എന്ന് പറഞ്ഞ്, ഓക്കാനം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ 2-3 ടാബ്ലറ്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ ഇരുന്നിട്ട് മകൻ്റെ മടിത്തട്ടിലേക്ക് വീണ് മരിച്ചു പോവാൻ. വലിയ പ്രായമൊന്നുമില്ല, ഒരു 50 അതിനോടടുത്തൊരു പ്രായമുള്ളൂ. ഒരു സൂചന പോലുമില്ലാതെ അദ്ദേഹത്തിൻ്റെ മാതാവ് രോഗിയായിട്ട് വർഷങ്ങളായി, അദ്ദേഹത്തിൻ്റെ ഉമ്മ രോഗിയായിട്ട് വർഷങ്ങളായി. അല്ലാഹു ആ മാതാവിന് ശിഫ നൽകട്ടെ, അല്ലാഹു ആ മാതാവിന് ഖൈറായത് അല്ലാഹു നൽകട്ടെ. പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിലും ഒരു ഗ്യാരണ്ടി ഇല്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നാളെ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമെന്ന്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്നും വസിയ്യത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ നാളെ മരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകും. ആ രഹസ്യങ്ങൾ നമ്മുടെ ഭാര്യമാരുമായി ഷെയർ ചെയ്തേക്കണം. നമ്മുടെ ഉമ്മമാരോട് പറയണം, ഉപ്പമാരോട് പറയണം, മക്കളോട് പറയണം, വസിയത്ത് ചെയ്യണം. ഞാനൊക്കെ രോഗിയായി കിടന്നിട്ട് കിടപ്പിൽ വെച്ചിട്ട് വസിയത്ത് ചെയ്യാമെന്ന് വിചാരിച്ച
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരിച്ചുപോയാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവിടെ തന്നെ ബാക്കിയാകും. അതുകൊണ്ട് എന്ത് വേണം? ഇടയ്ക്കിടെ നമ്മുടെ മനസ്സിന്റെ ഞാൻ മരിച്ചാൽ ഇനി എന്തൊക്കെ വേണമെന്നുള്ള വസിയത്ത് നമ്മൾ ഇടയ്ക്കിടെ നൽകിക്കൊണ്ടേയിരിക്കണം. ഭാര്യയോട് പറയാം, മക്കളോട് പറയാം, അടുത്ത സുഹൃത്തുക്കളോട് പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഭാര്യ അറിയാതെ സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടാകും, കടം കൊടുക്കാനുണ്ടാകും, കടം കിട്ടാനുണ്ടാകും. നിങ്ങൾ മരിച്ചുപോയാൽ ആർക്കതറിയാം? 1,00,000 നിങ്ങൾ കൊടുക്കാനുണ്ട്, അത് ആർക്കറിയാം? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആർക്കറിയാം? നാളെ നിങ്ങൾ മരിച്ചുപോയി, ഭാര്യക്കറിയില്ല, മക്കൾക്കറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യയോട് പോയി വസിയത്ത് ചെയ്യണം, എനിക്ക് ഇത്രയൊക്കെ തുക കൊടുക്കാനുണ്ട്, ഇത്രയൊക്കെ തുക കിട്ടാനുണ്ട്, ഞാൻ മരിച്ചാൽ നീ ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്, അവിടെ അതുണ്ട്, അതിവിടെ, എല്ലാ കാര്യങ്ങളും വെരി ഡീറ്റെയിൽ ആയി നമ്മുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ നമ്മൾ വസിയത്ത് ചെയ്ത് മരണത്തെ നമ്മൾ കാത്തിരിക്കണം. അതോടൊപ്പം അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഉണ്ടാകുന്ന മുടികൾ കളയുക എന്നുള്ളത്. സുന്നത്തായ മുടികൾ നമ്മൾ കളയാനുണ്ട്. പരിശുദ്ധ ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് നഖം വെട്ടണമെന്നുള്ളത്, ഗുഹ്യരോമങ്ങൾ വെട്ടിമാറ്റണമെന്നുള്ളത്, നമ്മുടെ ശരീരത്തിലുള്ള നീക്കപ്പെടേണ്ട പല മുടികളും നീക്കണമെന്നുള്ളത് സുന്നത്താണതൊക്കെ. അതുകൊണ്ട് അത്തരം നീക്കപ്പെടേണ്ട മുടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരാഴ്ചയിലെങ്കിലും വൃത്തിയാക്കാൻ നമ്മൾ സന്മനസ് കാണിക്കണം. ബാർബർ ഷോപ്പിൽ പോയി താടി നമ്മൾ സെറ്റ് ചെയ്യൂലേ? എല്ലാ ആഴ്ചയിലും മുടി നമ്മൾ സെറ്റ് ചെയ്യൂലേ? അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിലുള്ള അള്ളാഹുവിന്റെ ഹബീബ് നീക്കം ചെയ്യാൻ കൽപ്പിച്ച മുടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. കാരണം നമ്മൾ പെട്ടെന്ന് മരിച്ചുപോയി, അതൊന്നും നീക്കം ചെയ്യാത്ത രീതിയിൽ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മയ്യിത്ത് കുളിപ്പിക്കുന്നവരുണ്ടാകും. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. ബദ്ർ യുദ്ധത്തിൽ മക്ക മുശ്രിക്കീങ്ങളിൽപ്പെട്ട ചില ആളുകളെ യുദ്ധത്തിൽ വെച്ച് കൊന്നു എന്നതിന്റെ പേരിൽ, അവരെ വെട്ടി എന്നതിന്റെ പേരിൽ മഹാനായ ഖുബൈബ് തങ്ങളെ ചതിയിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് നിന്ന് ആ കുടുംബക്കാര് കൊണ്ടുവരികയാണ്, ചതിയിലൂടെ കൊണ്ടുവരികയാണ്. എന്ത് പഠിപ്പിക്കാൻ? ഇസ്ലാം പഠിക്കാനും ഖുർആൻ പഠിക്കാനും ഞങ്ങൾക്ക് ചില ആളുകളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ടല്ലയോ കൊണ്ടുവന്നത്? അങ്ങനെയല്ലേ 6 പേരെ കൊണ്ടുവന്നത്? അതിലൊരാൾ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ മക്കക്കാരുടെ കൈകളിലേക്ക് എത്തിയപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി അവർ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. കാരണം ഇവരുടെ കുടുംബത്തിലെ 2-3 ആളുകളെ ബദറിൽ വെച്ച് പരാജയപ്പെടുത്തിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ വധിക്കാൻ, തൂക്കിലേറ്റാൻ വേണ്ടി ഒരു വീട്ടിൽ ജയിലിലാക്കി, വീട്ടിൽ തന്നെ ജയിലിലാക്കി അടക്കുകയാണ്, വീടിലാക്കി മഹാനായ ബന്ധനത്തിലാക്കുകയാണ്. മഹാനായ ഖുബൈബ് തങ്ങളെ വീട്ടു തടങ്കലിലിടുകയാണ്. പുറത്തു പോകാൻ കഴിയില്ല, ഇങ്ങോട്ടേക്ക് ആർക്കും വരാൻ കഴിയില്ല, ഒരു വീട്ടിലാണ്. ആ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു കത്തി തരുമോ എന്ന്, എനിക്കൊരു കത്തി വേണം, കത്തി തരുമോ എന്ന് ചോദിച്ചു. അവര് കത്തി കൊടുത്തു. എന്തിനാണ് ആ കത്തി ചോദിച്ചതെന്നറിയോ? ആ വീട്ടുകാരുടെ മകൻ, ആ വീട്ടുകാരുടെ ഒരു കുട്ടി മഹാനായ ഖുബൈബ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. കത്തി കൊടുത്തപ്പോഴാണ് വീട്ടുകാർ ഓർത്തുപോയത്, യാ അല്ലാഹ്, ഞങ്ങളുടെ കുട്ടി ഖുബൈബിന്റെ കയ്യിലാണല്ലോ, ആ കത്തി കൊണ്ട് കുഞ്ഞിന്റെ കഴുത്ത് മുറിച്ചു മാറ്റുമോ എന്ന പേടി വീട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷെ മഹാനായ ഖുബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ കത്തി വാങ്ങിച്ചത് എന്റെ ആന്തരിക അവയവങ്ങളിലുള്ള സുന്നത്തായ മുടികളെ നീക്കാൻ വേണ്ടിയാണ്. മരിക്കാൻ പോകുമ്പോഴുള്ള തയ്യാറെടുപ്പാണത്, മരണപ്പെടാൻ പോകുമ്പോഴുള്ള തയ്യാറെടുപ്പാണത്. സുന്നത്തായ ഒരു കർമ്മം ചെയ്തിട്ട് മരിച്ചു പോകാൻ മഹാനായ ഖുബൈബ് തങ്ങൾ തയ്യാറെടുക്കുകയാണ്. അതേപോലെ ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും നമ്മളൊക്കെ മരിച്ചു പോകാം. അതിനുവേണ്ടി തയ്യാറായി തന്നെ നമ്മൾ ഇരിക്കണം. എന്ത് തെറ്റു ജീവിതത്തിൽ വന്നാലും ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങണം. എന്തെങ്കിലും ഒരു ഹറാമ് കണ്ടാൽ അസ്തഗ്ഫിറുല്ലാഹ്, എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്താൽ അസ്തഗ്ഫിറുല്ലാഹ്. തെറ്റു ചെയ്ത് അവസാനം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു തെറ്റുപോലും നമ്മളിലില്ലാതെ ചെയ്ത തെറ്റുകളെല്ലാം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് ഒരു തെറ്റുപോലും ബാക്കിയില്ല എന്നുറപ്പിച്ചിട്ടേ നമ്മൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. കാരണം ഉറക്കിലുള്ള മരണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉറക്കിൽ മരണപ്പെടുന്നത് ഇന്ന് സർവ്വസാധാരണയായി മാറുകയാണ്. അറ്റാക്ക് ഇല്ലേ? ഗൾഫിലൊക്കെ എത്ര മരണം നടക്കുന്നുണ്ട്. ഉറങ്ങാൻ കിടന്നവർ രാവിലെ ഉണരുന്നില്ല.
അങ്ങനെ ഉറക്കത്തിലുള്ള മരണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ ഒരു തെറ്റും ഇന്ന് ബാക്കിയില്ല എന്ന ഉറപ്പോടെയാണ് നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കേണ്ടത്. അത് കഴിയില്ലേ? ഒരു തെറ്റും ഇല്ലാതെ ഉറങ്ങാൻ കഴിയില്ലേ? കഴിയും. എങ്ങനെ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുവേ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ എല്ലാ ആളുകളുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ എന്ന് ആദ്യം മുഅ്മിനീങ്ങളായ ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുവേ ലോകത്തുള്ള സർവ്വ സത്യവിശ്വാസികളായ വിശ്വാസിനികളായ ആളുകൾക്ക് അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്തിട്ട്, അല്ലാഹുവേ ഞാൻ ഇന്ന് ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് റബ്ബേ, മാപ്പ് ചോദിക്കുകയാണ് റബ്ബേ, നാളെ മുതൽ ഞാൻ ആവർത്തിക്കില്ല റബ്ബേ, എനിക്ക് പുറത്തു താ അല്ലാ, എനിക്ക് മാപ്പ് താ അല്ലാ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാൽ നിങ്ങൾ ഉറങ്ങുന്നത് ഒരു തെറ്റുമില്ലാതെയാണ്. കാരണം അത്താഇബു മിനദ് ദംബി കമല്ലാ ദംബ ലഹ്, തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്നവൻ, തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ, തെറ്റിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവൻ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങി. ഉദാഹരണം, ഞാനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തിട്ട് എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായി. ഞാൻ ഉടനെ പറഞ്ഞു, പടച്ചോനെ എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നു പോയി, പടച്ചോനെ നീ എനിക്ക് പുറത്തു താ അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് നീ മാപ്പ് താ റബ്ബേ, ഇനി ഞാനത് ആവർത്തിക്കില്ല. അതോടുകൂടി എൻ്റെ പാപം അള്ളാഹു പുറത്തു തന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ വേദനയൊന്നും വന്നിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തേ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണിത്. അത്താഇബു മിനദ് ദംബി കമല്ലാ ദംബ ലഹ്, ഒരാൾ തെറ്റു ചെയ്തു, ആ തെറ്റിൽ നിന്ന് അയാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. ഇത് ആരാ പറഞ്ഞത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല. എല്ലാം അള്ളാഹു പറയാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തൗബ ചെയ്ത് അവസാനം ഉറങ്ങാൻ കിടക്കുമ്പോൾ തൗബ ചെയ്ത് ഉറങ്ങാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ തെറ്റില്ലാതെ കിടന്നുറങ്ങാൻ കഴിയും. ആ ഉറക്കത്തിൽ മരണപ്പെട്ടു പോയാൽ അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകില്ലയോ? ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അള്ളാഹു സ്വർഗം നൽകില്ലയോ? അതുകൊണ്ട് തെറ്റു ചെയ്ത് തൗബ ചെയ്യാതെ നടക്കുന്നവരെയാണ് അള്ളാഹുവിന് കോപം. തെറ്റു ചെയ്ത് തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ നടക്കുന്നവരെയാണ് അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും മദീനയിലേക്ക് വരികയാണ്. എന്നിട്ട് മദീനയിലേക്ക് തിരിച്ചുപോയി. നബി തങ്ങളോട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന്. നബി തങ്ങൾ ചോദിച്ചത്, നീ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് മറുപടി പറഞ്ഞത്, ഹുബ്ബുല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ വേറെ ഒന്നും എന്നിലില്ല എന്ന് അഅറാബി അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോഴാണ് നബി തങ്ങൾ മറുപടി പറയുന്നത്, ഫഇന്നക മഅമൻ അഹബബത, നീ സ്നേഹിച്ചിട്ടുണ്ടോ എങ്കിൽ നീ സ്നേഹിച്ചവരുടെ കൂടെ നാളെ മഹ്ശറാ ലോകത്തൊരുമിച്ച് കൂടാം, നാളെ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂടാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ മുസ്ലിമായതിനു ശേഷം, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹദീസ് ഇതാണ്, ഫഇന്നക മഅമൻ അഹബബത, നീ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയാണ് എന്ന് പരിശുദ്ധ ഹബീബിന്റെ ഹദീസാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത്. കാരണം എന്തേ? ഫഇന്നി ഉഹിബ്ബു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ അബൂബക്കറിനെ ഇഷ്ടമാണ്, ഉമറിനെ ഇഷ്ടമാണ്, ഉസ്മാനിനെ ഇഷ്ടമാണ്, അലീനെ ഇഷ്ടമാണ്. ഇവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഞങ്ങൾക്ക്
ഉറപ്പാണ്. വഅർജൂ അൻ നകൂന മഅഹും, അവരുടെ കൂടെ ഞങ്ങളും സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം വഇല്ലം അഅമൽ ബിഅഅമാലിഹിം, അലി തങ്ങൾ ചെയ്തതുപോലെ, ഉമർ തങ്ങൾ ചെയ്തതുപോലെ, ഉസ്മാൻ തങ്ങൾ ചെയ്തതുപോലെ, മഹാനായ സിദ്ദീഖ് തങ്ങൾ ചെയ്തതുപോലെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു മഹാന്മാരെ സ്നേഹിച്ചത് കാരണത്താൽ അല്ലാഹു നാളെ സ്വർഗ്ഗം നൽകുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അപ്പൊ സ്നേഹത്തിന് പ്രാധാന്യമില്ലേ?